അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഏരിയ ഓഫ് ലാർജസ്റ്റ് സ്ക്വയർ ഇൻ ദ പിക്ചർ ഈസ് 4 സ്ക്വയർ സെന്റിമീറ്റർ. ഇത് 4. അപ്പൊ ഇത് നമുക്കറിയാം രണ്ടും ആണെങ്കിലേ ഉള്ളൂ അത് 4 വരികയുള്ളൂ. 2 4, 2 × 2 4. സോ ആൻഡ് ദ ഏരിയ ഓഫ് സ്മോളസ്റ്റ് സ്ക്വയർ ഈസ് 2 പറഞ്ഞാൽ നമുക്കറിയാം ഇത് √2 ഇതും √2 √2 ആണ് എന്ത് വരത്തുള്ളൂ 2 വരികയുള്ളൂ. √2 × √2 2. What is the length of the side of the largest square and that of the smallest square? Larger എത്ര വരണം 2, smaller എത്ര വരണം √2. Calculate the length of the bottom side of the rectangle correct to 2 decimal places. Calculate the length of the bottom side of the rectangle. നമുക്കറിയാം ദാ ഈ സൈഡ് എത്ര ഉള്ളു വരത്തുള്ളൂ √2. ഈ സൈഡ് എത്ര ഉള്ളു വരത്തുള്ളൂ മൊത്തം 2 ആണ്. മൊത്തം 2. അതിൽ നിന്ന് ഇത്രയും ഭാഗം √2. അപ്പോൾ ഇത് എത്ര 2 - √2. നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ചേക്കാം. ഈ റെക്റ്റാങ്കിളിന്റെ കേസിൽ നോക്കിക്കേ ഇത്രയും 2 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 2 ആണ്. അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത് 2 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ. അപ്പോൾ √2 × √2 ആണ് 2. സോ ഇത്രയും √2 ഇത്രയും 2. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി 2ൽ നിന്ന് √2 കുറച്ചാൽ മതി. സോ ഇവിടെ എന്ന് പറയുന്നത് 2 - √2 ആയിരിക്കും. ഈ ഒരു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 - √2. അതുപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത് √2 ആയിരിക്കും. നമുക്ക് രണ്ടും കണ്ടുപിടിക്കാം, ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാം. ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ലെങ്ത് എന്ന് പറയുന്നത് √2ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 - √2 ആയിരിക്കും. √2 എന്ന് പറഞ്ഞാൽ 1.41 സെന്റിമീറ്റർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോകും. പക്ഷെ നമുക്ക് 2 ഡെസിമൽ പോയിന്റ്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ 1.41. 2 - √2 എന്ന് പറഞ്ഞാലോ 2 - 1.41. അതായത് 2.00 - 1.41. ഇതിന് പോയില്ല. അപ്പോൾ ഇതിനെ നമ്മൾ 10 ആക്കി. അപ്പോൾ നമുക്കറിയാം 1.41 2ൽ നിന്ന് 1.41 പോയാൽ 1.4 ആയിരുന്നെങ്കിൽ 0.6. അപ്പോൾ ഇത് 0.59 ആണ് കിട്ടുന്നത്. 0.59. ഓക്കെ, ഇത് വെട്ടിയിട്ട് 9 ആവും, ഇത് വെട്ടിയിട്ട് 1 ആവും. സോ 9 × 5 പോയാൽ 9 × 4 പോയാൽ 5. സോ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു കിട്ടിയ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് √2, അതായത് 1.41ഉം ബ്രെഡ്ത്ത് 0.59 ആണ്. 0.59. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2 സെന്റിമീറ്റർ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും 2 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. ഇത് സത്യത്തിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ 5th ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഇതെല്ലാം. സോ ഇത് 2 നമുക്ക് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇതൊരു മീഡിയൻ ആണ്. മീഡിയൻ 1:1 റേഷ്യോയിലെ സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ. 1:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ പക്ക 1:1. അപ്പോൾ ഇത് വോൾട്ടിറ്റ്യൂഡ് ആണ്. വോൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. വോൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് 1 എന്നറിയാം, ഇത് 2 എന്ന് അറിയാം. സോ വോൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ - ബേസ് സ്ക്വയർ ആയിരിക്കും. സോ √ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 2 സ്ക്വയർ - 1 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാ 4. 4 - 1 എത്രയാ √3. ഇതിന്റെ ആൻസർ √3. അതായത് 2 സെന്റിമീറ്റർ വീതം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഓരോ സൈഡും 2 ആയിരിക്കും. ഇത് പകുതിയാവും 1 ആവും. അപ്പോൾ ഇത് √3. സോ 2 2 1 1 ഇത് എത്രയായിരിക്കും √3 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഹൈറ്റ് 3 എന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് 3 ആണെങ്കിൽ ഇത് എത്ര എന്നായിരിക്കും ചോദ്യം. ഇത് 60, ഇത് 90, ഇത് 30. ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് 60 30 90 എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഏത് റേഷ്യോ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. 60 ഇങ്ങനെ എഴുതണ്ട. 30:60:90 1:√3:2. ഇതെന്ത് ചെയ്യണം?
ബൈ ഹാർട്ട് ആക്കണം. ഇത് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട്. അതായത് ഇത് കൂട്ട ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, കഴിഞ്ഞ കൊല്ലവും ചോദിച്ചാണ്. ഇത് ചോദിക്കാൻ ഒരു 90% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 30, 60, 90 30, 60, 90. സോ 30, 60, 90 എന്ന് പറയുന്ന ഈ ചോദ്യത്തിൽ നോക്കിയാൽ 1:√3:2 1:√3:2. സോ ഇതിങ്ങനെ കാണാൻ പഠിച്ചോളാം. 30യുടെ ഓപ്പോസിറ്റ് 1 റേഷ്യോ, 60യുടെ ഓപ്പോസിറ്റ് √3 റേഷ്യോ, 90യുടെ ഓപ്പോസിറ്റ് 2 റേഷ്യോ. ഒറിജിനൽ ആയിട്ട് 60യുടെ ഓപ്പോസിറ്റ് എത്ര വന്നു? 3. ഒറിജിനൽ ആയിട്ട് 60യുടെ ഓപ്പോസിറ്റ് 3. ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട റേഷ്യോ. ഇത് ഒറിജിനൽ ആയിട്ട് വന്ന സെന്റിമീറ്ററിലുള്ള ലെങ്ത്. √3 എത്രയായി? 3 ആയി. അതായത് എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? √3നെ √3 കൊണ്ട് ഗുണിച്ചാലാണ് 3 ആകുന്നത്. √3 × √3 ആണ് 3. അപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലൈ എല്ലാവരെയും ചെയ്യേണ്ടത് എന്തുകൊണ്ടാ? √3. 1ന്റെ ഓപ്പോസിറ്റ് എത്ര വരും? √3. 2യുടെ ഓപ്പോസിറ്റ് എത്ര വരും? × √3 2√3. സോ നമുക്കറിയാം 30യുടെ ഓപ്പോസിറ്റ് വരുന്നത് √3. ഇത് √3 ആണെങ്കിൽ ഇതും എന്താ? √3. 90യുടെ ഓപ്പോസിറ്റ് വരുന്നത് 2√3. ഇതും എത്രയാണ് വരുന്നത്? 2√3. ഇത് √3 √3 കൂടെ കൂട്ടുമ്പോൾ എത്രയാ? ടോട്ടൽ 2√3. ചുരുക്കം പറഞ്ഞാൽ ഇത് ഒരു ഷുവർ ആയിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെക്കണം. 60, 30, 90 30:60:90 എന്ന് പറയുന്ന അനുപാതത്തിൽ ആംഗിൾ വന്നെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് 1 റേഷ്യോയിലായിരിക്കും. 1:√3:2 റേഷ്യോയിലായിരിക്കും എന്ത് ഉണ്ടാവുക? അവിടുത്തെ ആംഗിൾസ് ഉണ്ടാകുന്നത് 30:60 സോറി നോക്കിയാൽ ഇവിടെ 30:60:90 അങ്ങനെ ആംഗിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ സൈഡ് ഏത് റേഷ്യോയിലായിരിക്കും ഉണ്ടാവുള്ളൂ? 1:√3:2. ഇത് ബൈ ഹാർട്ട് ആക്കണം. എന്നിട്ട് ഈ ചോദ്യത്തിൽ നോക്കിയാൽ 1:√3:2 ആയി. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 30യുടെ ഓപ്പോസിറ്റ് എത്ര? 30യുടെ ഓപ്പോസിറ്റ് അല്ലല്ലോ, 60യുടെ ഓപ്പോസിറ്റ് 3 ഉണ്ടെന്നാണ്. അതായത് അവിടെ √3 എന്ന് പറയുന്ന റേഷ്യോ എന്തായി? 3 ആയി. 3 ആകണമെങ്കിൽ √3 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ 1 എത്ര കൊണ്ട് ഗുണിക്കണം? √3. 2 എത്ര കൊണ്ട് ഗുണിക്കണം? √3. സോ 2√3 ആവും. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ് ഒറിജിനൽ ആയിട്ട്? 2√3. ഇതൊന്നുകൂടെ പറയാം. 30:60:90 റേഷ്യോയിലാണ് ആംഗിൾ എങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 1:60യുടെ ഏത് റേഷ്യോയിലായിരിക്കണം? 3:90യുടെ ഏത് റേഷ്യോയിലായിരിക്കണം? 2. 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് 1 റേഷ്യോയിലായിരിക്കണം. 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് √3 ആയിരിക്കണം. 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് 2 റേഷ്യോയിലും ആയിരിക്കണം. ഇനി നമ്മൾ കഴിഞ്ഞ കൊല്ലം ചോദിച്ചത് ഇപ്പൊ ഈ കൊല്ലം മോഡലിൽ വന്നിരിക്കുന്നത് 30:60:90യാണ്. കാരണം ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആയത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 30, ഇതും 30. സോ ഇത് 30:60:90. ഇനി അടുത്തത് ഇൻ ദ പിക്ചർ എ ട്രയാംഗിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സെമി സർക്കിൾ. ഒരു സെമി സർക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കണം. To a point on it and squares are drawn on two sides of the triangle. 90 ഡിഗ്രി ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഇത് √3, ഇത് √3, ഇത് √3, ഇത് √3. ഇത് 7 ആണെങ്കിൽ √7, √7, √7, √7. നമുക്ക് എന്തൊക്കെ കിട്ടി? ഈ സൈഡ് √7 ആണെന്ന് കിട്ടി, ഇത് √3 ആണെന്ന് കിട്ടി. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിന്റെ ലെങ്ത് ഏതൊക്കെയാണ്? √3ഉം √7. കാരണം √7 × √7 ആണ് 7, √3 × √3 ആണ് 3. ഇനി കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ട്രയാംഗിൾ വേറെ ആയിട്ട് വരച്ചു നോക്കാം. ഇത് 90 ആട്ടോ. അതായത് സെമി സർക്കിളിലുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90. ഇത് √7, ഇത് √3, ഇത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ കുറച്ചാൽ മതി. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാ? √7 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എത്രയാ? √3 സ്ക്വയർ. √7 സ്ക്വയർ എത്രയാ? 7. √3 സ്ക്വയർ എത്രയാ? 3. 7 ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 4. 4 എത്രയാ? 2. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ √7 സ്ക്വയർ, ബേസ് സ്ക്വയർ √3 സ്ക്വയർ. √7 സ്ക്വയർ 7, √3 സ്ക്വയർ 3, 7 - 3 4, √4 എത്രയാ? 2. ഈ ലെങ്ത് 2 സെന്റിമീറ്റർ ആയിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അതുപോലെ തന്നെയുള്ള ഓർമ്മയാണ് ഇനി അടുത്തത്. പെരിമീറ്റർ ഇനി കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എത്രയാ? √3 + √7 +
2 സെന്റിമീറ്റർ. ഇത്രയൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. √3 നമുക്കറിയാം 1.73 പ്ലസ് √7 പ്ലസ് 2. 2 1.73 എത്രയാ? 3.73 പ്ലസ് √7 സെന്റിമീറ്റർ. നമുക്ക് കൂട്ടി വെക്കണമെങ്കിൽ എന്ത് വേണം? കൂട്ടി വെക്കണമെങ്കിൽ അകം സെയിം ആയിരിക്കണം. റൂട്ടിന്റെ അകം സെയിം ആണെങ്കിൽ കൂട്ടി വെക്കാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തത് പിക്ചർ ഷോസ് 2 സ്ക്വയേഴ്സ്. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽസ് ഓഫ് ദി സ്ക്വയർ. നോക്കിയേ, ഇത് 3, ഇത് 3. അപ്പോൾ 3 ഉം 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? √3² പ്ലസ് 3². ഇത് √18 ആയിരിക്കും. 3² 9, 9 18. ഇത് 2, ഇത് 2. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പ്ലസ് ഏതാ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഏത്? ഹൈപ്പോട്ടന്യൂസ്. സോ √4 പ്ലസ് 4 ഏതായിരിക്കും? 8. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയഗണലിന്റെ നീളം. √18 പ്ലസ് √8. നമുക്ക് ഇത് കൂട്ടി വെക്കാൻ ഡയറക്റ്റ് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 18നെ ഫാക്ടറൈസ് ചെയ്യണം. 18 2 എത്ര പ്രാവശ്യം? 9. 2 എത്ര പ്രാവശ്യം? ഇല്ല. അതുകൊണ്ട് 3. 3 ൽ 3 ഒരു പ്രാവശ്യം. ആൻസർ ഈസ് 3√2. 18ന് എന്തെന്ന് കൊടുക്കാം? 3√2. 8നെ ഫാക്ടറൈസ് ചെയ്താൽ 8ൽ 2 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4ൽ 2 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. 2ൽ 2 1. സോ 2√2. ഇനി കൂട്ടാം. അകം സെയിം ആയി. പുറം കൂട്ടി വെക്കാം. 3 + 2 5. ആൻസർ ഈസ് 5√2 സെന്റിമീറ്റർ. 5√2 സെന്റിമീറ്റർ. ഇത് വളരെ സിമ്പിൾ. √18 കിട്ടും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? √8 കിട്ടും. √8 എന്ന് പറയുന്നത് 2√2 ഉം √18 എന്ന് പറഞ്ഞാൽ 3√2 ആണ്. രണ്ടും കൂടെ കൂട്ടി വെക്കുമ്പോൾ 5√2 എന്നുള്ള ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾസ്. കാൽക്കുലേറ്റ് ദി പെരിമീറ്റേഴ്സ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾസ്. ഇത് നമുക്ക് ആദ്യം ഇവന്റെ ചെയ്യാം. അവന്റെ ചെയ്യുമ്പോൾ ഇത് √18 ആണ്. √18 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയ? 3 × √2. അതുപോലെ ഇത് 3. അതുപോലെ ഇതും 3. അടുത്ത കുഞ്ഞവന്റെ, അതായത് ഇവൻ 2, ഇവൻ 2, ഇവനോ √8. √8 നമ്മൾ കണ്ടുപിടിച്ച് 2√2. പെരിമീറ്റർ. കാൽക്കുലേറ്റ് ദി പെരിമീറ്റേഴ്സ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. 3√2 എന്ന് പറഞ്ഞാൽ എന്താ? 3 × √2 ആൻസർ 1.41. അതായത് 3 × 1.41 പ്ലസ് 3 + 3 എത്രയാ? 6. ആദ്യം നമ്മൾ 1.41. അതെങ്ങനെയാ ചെയ്യേണ്ടത്? 141നെ 3 കൊണ്ട് ഗുണിക്കണം. 3 × 3 3 4 12. 3 × 3 4. 4.23ന്റെ കൂടെ 6 കൂട്ടിയാൽ മതി. സോ 6 4 10. 10.23. സോ 3 × 1.43. 1.41 എത്ര? 4.23. അപ്പോ അത് പ്ലസ് 6 10.23. ഇനി 2√2. 2 × 1.41 പ്ലസ് 2 4. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 × 1 2. 4 × 2 8. 1 × 2 2. 2.82 പ്ലസ് 4. 4 × 2 6. 6.82 എന്നാണ് ഈ ചെറിയ ത്രികോണത്തിന്റെ പെരിമീറ്റർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെസിമൽ ഫോം ഓഫ് 3/10. 0.3. ഒരു പോയിന്റ് പുറകോട്ട് ഇറക്കിയാൽ മതി. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 0.003? അതായത് ഇവിടെ എത്ര പോയിന്റ് പുറകോട്ട് ഇറക്കിയിട്ടുണ്ട്? 3. എന്തിന്റെ? 3ന്റെ 3 പോയിന്റ് പുറകോട്ട് എഴുതിയിട്ടുണ്ട്. അതായത് 3/1000. 3/1000 എന്ന് പറയുന്നത് ഏതാ? ഇതാണ് 3/1000. അടുത്ത ചോദ്യം 1/9 0.111. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോം ഓഫ്? നോക്കിയാൽ 1/9 ആണ് 0.1111. അങ്ങനെയാണെങ്കിൽ 0.3333. 1/9 എന്ന് പറഞ്ഞാൽ 0.1111 ആണല്ലോ. അപ്പൊ 0.111നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ? 3 കൊണ്ട് ഗുണിച്ചാലാണ് 0.333. അതായത് ഈ 0.11 എന്ന് പറഞ്ഞാൽ ഏതാ? 1/9. അതിനെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ആൻസർ എത്രയാ? 3/9 ആണ്. 3/9 പ്ലസ് ഈ 7. നോക്കിയേ ഇതിനെ എങ്ങനെയാണ് കിട്ടുന്നത്? 7 × 0.111 എന്നല്ല വേണ്ടത്.
അതായത് 7 into 0.111 എന്ന് പറഞ്ഞാൽ എത്ര 1/9 അതായത് 7/9. ഇതോ 3 into 0.111 എന്നല്ലേ വേണ്ടത്, അതായത് 3 into 0.1111 എന്താ 1/9. അത് എത്ര 3 into 1 3, 9 into 1 9, 3 plus 7 എത്രയാ 10, 10/9 ആണ് ആൻസർ, 10/9. അതായത് ഇതും കൂടെ കൂട്ടുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യും, ഇവിടെ യൂസ് ചെയ്തിട്ട് 3 into 1 3, 1 into 9 9, 7 into 1 7, 9 into 1 9. So 3 plus 7 10, 10/9. ഇനി അടുത്ത റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് 0.444 എന്നാണ് ചോദ്യം. 0.44 ന്റെ ഫ്രാക്ഷണൽ ഫോം നമുക്കറിയാം. 0.444 എന്ന് പറഞ്ഞാൽ 0.111 എക്സെട്ര ഇൻറ്റു എന്ത് ചെയ്തപ്പോഴാ 4 ചെയ്തപ്പോഴാ നമുക്കറിയാം. 0.111 ഇൻറ്റു 4 ചെയ്തപ്പോഴാണ് 0.444 കിട്ടിയത്. 0.1111 എന്ന് പറഞ്ഞാൽ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1/9 ഇൻറ്റു 4. അത് എത്രയാ √4/9. √4 എത്രയാ 2, √9 എത്രയാ 3. സോ 2/3. അടുത്ത ചോദ്യം റൈറ്റ് എ നാച്ചുറൽ നമ്പർ ഈക്വൽ ടു ആദ്യം 12 ഇൻറ്റു 27 ചെയ്യണം. 7 2 14, 7 1 7 1 8, 2 2 4, 2 1 2 1 3. സോ 4 8 4 12, 424. 424 എന്തിന്റെ റൂട്ടാണ്? ഒരുപക്ഷെ ഞാൻ ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ടോ നോക്കാം. നമ്മുടെ 12 ഇൻറ്റു 27, 2 7 14 ശിഷ്ടം 1, 7 1 7 1, 7 2 14 ശിഷ്ടം 1, 7 1 7 1 8, 2 2 4, 2 1 2 ആയിരുന്നു, ഞാനിവിടെ 3 എഴുതി. സോ 2 1 2. സോ ആൻസർ ഈസ് 4 8 4 12 324 എന്നാണ് കിട്ടിയത്. റൂട്ട് ഓഫ് 324. 324 ഏതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും? 18 ഇൻറ്റു 18 ആണ്. അതുകൊണ്ട് 8 8 64, 8 1 8 6 14, ഒരു 8 8 1 1 1 4, 8 4 12 324. സോ സ്ക്വയർ റൂട്ട് ഓഫ് 324 എത്രയാ 18. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. 1 ഇൻറ്റു 4 എത്രയാ 4. 12 ഇൻറ്റു 27 എത്രയാ 12 ഇൻറ്റു 27 324. 4 ന്റെ റൂട്ട് എത്രയാ 2. 324 ന്റെ റൂട്ട് എത്രയാ 18. സോ ആൻസർ ഈസ് 2 ഡിവൈഡഡ് ബൈ 18, 2 ഡിവൈഡഡ് ബൈ 18. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു നമ്മൾ നേരത്തെ 30 60 90 പഠിച്ചില്ലേ, അതുപോലെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 45 45 90. നമുക്കറിയാം ഒരു ത്രികോണത്തിൽ ടോട്ടൽ 180 വരത്തുള്ളൂ. ഇത് 90 45ഉം ഇത് എത്ര വന്നാലേ 180 ആകത്തുള്ളൂ? 45 45 90. അപ്പോൾ A 45, CD are perpendicular to AD 4. AD എന്ന് പറയുന്നത് 4, BC 8, BC 8. ഓക്കെ, നമ്മളോടുള്ള ചോദ്യം ACD എത്ര? ACD കാരണം ഇത് 90, 90 45 135. ഒരു ത്രികോണത്തിൽ ടോട്ടൽ 180 വരണം. അപ്പോൾ ഇത് എത്ര വരണം? 45. അല്ലെങ്കിൽ ഒന്ന് ഓർത്താൽ മതി, ഒരു ത്രികോണത്തിൽ 90ഉം 45ഉം വന്നാൽ ഇത് എത്രയായിരിക്കും? 45. മറ്റേ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് ഇത് 45 വന്നാൽ ഇത് 60, ഇത് 90 ആണ് വരുന്നതെങ്കിൽ വേറെ ഒരു പോസിബിലിറ്റി ഉള്ളതാണ് 60 30. 60 30 90 ത്രികോണവും 45 45 90 ത്രികോണത്തിനും പ്രത്യേകതകൾ ഉണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് CD ആൻഡ് BD എന്നാണ് ചോദ്യം. CD നോക്കിക്കേ, 45 45 90 ആണ് വന്നതെങ്കിൽ റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞു 30 60 90. അതുപോലെ 45 45 90ക്ക് ഒരു റേഷ്യോ ഉണ്ട് 1:1:√2. അതിന്റെ അർത്ഥം എന്താ? ഇത് ബൈ ഹാർട്ട് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 30 60 90 വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2 അല്ലേ? ഇതും ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ 45 45 90യുടെ റേഷ്യോ എന്താ? 1:1:√2. സോ 45ന്റെ ഓപ്പോസിറ്റ് എത്രയാണ് വന്നത്? 4. അപ്പോൾ 45ന്റെ ഓപ്പോസിറ്റ് 4 പറഞ്ഞുകൊണ്ട് ഇത് എത്ര കൊണ്ടാണ് ഇൻറ്റു ചെയ്തത്? 4. അപ്പോൾ ഇതിനെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4, ഇതിനെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4√2. സോ 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇത് 4√2. 45ന്റെ ഓപ്പോസിറ്റ് 4, ഇതും 4.
സോ നമ്മൾ കണ്ടുപിടിച്ചു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി ഡി എത്രയാ 4. അതുപോലെ തന്നെ ഇനി നമ്മൾ ബി ഡി കണ്ടെത്തണം. ബി ഡി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്നാണ് ചോദ്യം. എ ബി സി എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഇത് 4 കിട്ടി, ഇതും 4 കിട്ടി, 4 4. ഇനി ഇത് എത്ര 90 ഡിഗ്രിയാണ്. ഇത് 4ഉം ഇത് 8ഉം ആണെങ്കിൽ, ഇത് 4ഉം ഇത് 8ഉം ആണെങ്കിൽ ബി ഡി നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കാൻ? റൂട്ട് ഓഫ് 8² മൈനസ് 4² ആയിരിക്കും. 8² എത്രയാ? 64 മൈനസ് 16 64. അതെങ്ങനെയാണ് വന്നത്? ഇത് 8, ഇത് 4, ഇത് 90 ഡിഗ്രി. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 8 സ്ക്വയറിൽ നിന്ന് 4 സ്ക്വയർ കുറയ്ക്കണം, 64ൽ നിന്ന് 16 കുറയ്ക്കണം. 64ൽ നിന്ന് 16 കുറച്ചാൽ എത്രയാ? 64 മൈനസ് 16, ഇത് 14, ഇത് 8 ആവും. 6 4 5, 5 1, 5 1 പോയാൽ 48, റൂട്ട് 48. സോ ഇത് റൂട്ട് 48 എന്ന് കിട്ടും. ബി ഡി റൂട്ട് 48. കാരണം 45 45 90 വന്നാൽ ഇത് 4 ആണെങ്കിൽ ഇത് 4 തന്നെയായിരിക്കും. ഇത് 4, ഇത് 8 എന്ന് കണ്ടിട്ടുണ്ട്. 90ന്റെ ഓപ്പോസിറ്റ് 8. 8ന്റെ സ്ക്വയർ 64, 4 സ്ക്വയർ 16. 64ൽ നിന്ന് 16 പോയാൽ റൂട്ട് 48. റൂട്ട് 48ന്റെ ഫാക്ടറൈസേഷൻ എന്താണ്? 48 2 24 2, അതുപോലെ 12 വീണ്ടും 2. നമുക്ക് വീണ്ടും അതിനെ വെട്ടിക്കുറയ്ക്കാം. 6 2. അപ്പോൾ എത്ര വിധം സെലക്ട് ചെയ്യാം? ഇവിടെ 2 വിധം സെലക്ട് ചെയ്യാം. പിന്നെ ഒരു 3 വരും, 3 1. സോ 2 × 2 4. 4 റൂട്ട് 3 ആണ് ഏത്? 4 × റൂട്ട് 3 ആണ് ഏത്? ഈ ഒരു ബേസ്. ഈ ബേസ് എന്ന് പറയുന്നത് 4 റൂട്ട് 3 ആണ്. 4 റൂട്ട് 3. ഇനി എന്ത് ചെയ്താൽ മതി? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ 4, ഇത് 4, ഇത് 4 റൂട്ട് 3 ആണ് നമുക്ക് കിട്ടി. സോ 4 + 4 റൂട്ട് 3. 4 + 4 × 1.7. 4 × 1.7 ചെയ്തിട്ട് അത് 4ന്റെ കൂടെ കൂട്ടി വെച്ചാൽ മതി. 4ന്റെ കൂടെ 1.7 ചെയ്തിട്ട് 4 × 1.7 ചെയ്തിട്ട് 4 കൂട്ടി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബേസ് കിട്ടി. ഹൈറ്റ് എത്രയാ? 4. ഏരിയ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് ഇത് ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഹൈറ്റ് 4. അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏരിയയും നമുക്ക് കിട്ടും.